ഇന്നലെ റിപ്പോർട്ടർ TV എഡിറ്റേഴ്സ് മീറ്റിൽ ഭരണഘടനാ പോരാട്ടമോ എന്ന ചോദ്യമാണ് ഉയർത്തിയത്. അവർ 4 എഡിറ്റേഴ്സ്, സ്മൃതി പരുത്തിക്കാട്, അരുൺകുമാർ, MD അഗസ്റ്റിൻ, പിന്നെ നമ്മുടെ സുജയ പാർവതി, ഇങ്ങനെ 4 പേരാണ് ഉണ്ടായിരുന്നത്. 4 പേരും വിവിധ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഓരോരുത്തരും എന്താണ് പറയുക എന്നുള്ളത്, ആരോട് ചേർന്ന് നിൽക്കുന്നൊക്കെ അറിയാം. പക്ഷെ അവസാനമായി അരുൺകുമാർ ഒരു 1.5 മിനിറ്റ് നടത്തിയ ഒരു പ്രകടനമുണ്ട്. അത് ഭയങ്കരമായിരുന്നു, ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. അതിൽ അസ്വസ്ഥയായ സുജയ പാർവതി കാണിക്കുന്ന ഒരു നിലപാടുണ്ട്. അവസാനം വോട്ടിനിടും, എത്ര വോട്ടാണെന്ന്. അങ്ങനെ ആ വോട്ടിനെ പറ്റി നിലവാരം ചൂണ്ടിക്കാണിക്കുമ്പോൾ അരുൺകുമാറിനെയും അതിശയിപ്പിച്ചുകൊണ്ട് സുജയ പാർവതി ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കണമെന്ന്. അപാരമായി പോയിട്ടുണ്ട്. നമ്മൾ തന്നെ ചിരിച്ച് മയങ്ങിപ്പോയി. സത്യത്തിൽ അന്തം വിട്ടുപോയി. കാണേണ്ടത് തന്നെയാണ് സുജയ പാർവതിയുടെ മുഖഭാവം, അരുൺകുമാറിനെ നേരിടുന്ന ഒരു വിധം. സ്വാഭാവികമായും സുജയ പാർവതിയുടെ നിലപാട് വളരെ സുവ്യക്തമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത്തരമൊരു നിലപാടിലേക്ക് എത്തുമ്പോൾ അരുൺകുമാർ അതിനോട് പ്രതികരിക്കുന്ന ഒരു വിധമുണ്ട്. ഒരാളെ ചമ്മിക്കുക അല്ലെങ്കിൽ എങ്ങനെ കളിയാക്കുക എന്നൊക്കെ തോന്നുന്ന വിധത്തിലുള്ള ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ട് വ്യക്തിപരമായ കളിയാക്കൽ അല്ലെങ്കിൽ പോലും ആ ഒരു നിലപാടിനെ കളിയാക്കുന്ന വിധത്തിലായിപ്പോയി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതൊന്ന് കാണേണ്ടത് തന്നെ. രാഷ്ട്രീയ പാർട്ടികൾ കരുതലോടുകൂടി ഇരിക്കണം. താങ്കളുടെ പരകാല പ്രഭാകരനാണ് ദ പ്രൈസ് ഓഫ് ലിബർട്ടി എന്നാണ്. ജാഗ്രത വേണം, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഇല്ലെങ്കിൽ എല്ലാം അടിച്ചുകൊണ്ട് പോകുന്ന ടീമാണ്. ഓർമ്മയുണ്ടാവണം എന്ന് 15 ലക്ഷം 1 കോടി എല്ലാം അടിച്ചുകൊണ്ട് പോകണം എന്നുള്ളതാണ്. എല്ലാം അടിച്ചുകൊണ്ട് പോകണം എന്നുള്ളതാണ് പലരുടെയും മനസ്സിലിരിപ്പ്. ഇപ്പോൾ അവസാനം ബാക്കി നിൽക്കുന്ന ഭരണഘടനയാണ് തകർക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രമമാണ് നടക്കുന്നത്. ഭാരതാംബയുടെ രൂപത്തിൽ വന്നില്ലേ, സോഷ്യലിസം സെക്യുലറിസത്തിന് രൂപമായിട്ട് വന്നില്ലേ, വിഭജന ഭീകരതാ ദിനമായിട്ട് വിഭജന ഭീകരതാ ദിനം. എന്തുകൊണ്ടാണ് സുജയ അങ്ങനെ ആചരിക്കാൻ തീരുമാനിച്ചത്? സ്വാതന്ത്ര്യ ദിനം എന്ന് പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യ ദിനത്തിലെ പ്രസംഗത്തിൽ ഒരു വരി പോലും, ഒരാളുടെ പേര് പോലും പേര് ചേർക്കാനില്ലാത്ത സംഘപരിവാറിൻ്റെ കുടുംബത്തിന് പുതിയൊരു ആയുധം കിട്ടിയിരിക്കുക, വിഭജന ഭീകരത ദിനം. അങ്ങനെ പറഞ്ഞാൽ ശ്യാം പ്രസാദ് മുഖർജിയുടെ പേര് പറയാമല്ലോ. അതുകൊണ്ട് മാത്രം കൊണ്ടുവരുന്നൊരു ആശയമാണ് അത്. സർവകലാശാലകളിൽ നാടകം കളിക്കണം, സർവകലാശാലകളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കണമെന്നാണ് പറയുന്നത്. സൗകര്യമില്ല എന്നാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് വേണ്ടതും. ആ അർത്ഥത്തിൽ ഭരണഘടനയോടുള്ള എല്ലാ എതിർപ്പുകളെയും നമുക്ക് ഒരുമിച്ച് നിന്ന് തന്നെ പോരാടണം എന്നുള്ളതാണ് നമ്മളുടെ ടേക്ക്. അപ്പോൾ ഇനി വിയോജിപ്പില്ലെന്ന് തോന്നുന്നു. ഭരണഘടനാ പോരാട്ടമോ എന്ന ചോദ്യത്തിന് 4 പേരുടെയും അഭിപ്രായം ഭരണഘടനാ പോരാട്ടം എന്ന് തന്നെയാണ്. സുജിയുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് അല്ലേ? എന്താ അഭിപ്രായപ്പെടാൻ പാടില്ലേ? താങ്കൾ ആർഗ്യുമെന്റ് അതിൽ ഉറപ്പിച്ചതാണ്. നമ്മുടെ വോട്ടിംഗ് താങ്കൾക്ക് സ്മൃതി പരുത്തിക്കാടിനെ സംശയമില്ല. ഇവിടെ വ്യാജ വോട്ടില്ല. അല്ല, നിങ്ങളൊരു ടീമാണല്ലോ. ഇവിടെ വ്യാജ വോട്ടില്ല. താങ്കൾ ചെയ്യരുത്, അഞ്ജലി തന്നെ പോയി. വ്യാജ വോട്ടില്ല, അതുകൊണ്ടാണ്. അല്ല, താങ്കൾ അഞ്ജലി തന്നെ ചെയ്യണം, കളമശ്ശേരി. അല്ല, ഞാൻ ഒരിക്കൽ കൂടി പറയാം, അത് വോട്ട് തെറ്റിയിട്ടില്ലോ എന്നുള്ളതാണ്. അല്ല, താങ്കൾ എന്തിനാണ് ഈ ചെയ്യുന്നത്? പ്രതിപക്ഷം ഒരു പോരാട്ടം നടത്തിയാൽ ആ പോരാട്ടത്തെ അംഗീകരിക്കണം. അല്ലാതെ താങ്കളെ കണ്ണടച്ചങ്ങ് എതിർക്കുകയാണ്. ഈ കണ്ടതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? രാജ്യത്തെമ്പാടും ജനാധിപത്യത്തിനൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ഇന്ത്യയിലെ ജനങ്ങളുടെ സമ്മതിദാന അവകാശത്തെ കളിയാക്കുന്ന വിധത്തിലാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നതെങ്കിൽ, ഈ വിധമാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ, അത് ഇന്ത്യയിലെ ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തെയും ഭരണഘടനയെയും നേരിടുന്ന, അല്ലെങ്കിൽ ഈ രണ്ടും നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. സുജയ പാർവതിക്ക് പോലും സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. അത് ഭരണഘടന പോരാട്ടം തന്നെയാണ്. ഭരണഘടനയെ നിലനിർത്താനുള്ള രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും നടത്തുന്ന ധീരമായ പോരാട്ടമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് ശ്ലാഘിച്ചേ മതിയാകൂ. ഈ അഭിപ്രായത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കമൻറ്റ് ബോക്സിലിടണം. ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമത്വം കാണിക്കുന്നുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് വരണം. ആരാണത് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെങ്കിൽ അവരെയെല്ലാം പിടികൂടണം, ശിക്ഷിക്കണം, തക്കതായ ശിക്ഷ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഉദ്യോഗസ്ഥരായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും ആരായാലും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കേണ്ടതുണ്ട്. അതിൽ ഇന്നലെ റിപ്പോർട്ടർ TV എടുത്ത സ്റ്റാൻഡ് അല്ലെങ്കിൽ ആ ചർച്ചയ്ക്കെടുത്ത വിഷയം വളരെ കാലോചിതമായി പോയി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ അവസാനം അരുൺകുമാർ നടത്തുന്ന ആ 1 മിനിറ്റ് പ്രസംഗം ധാരാളം മതി എന്നുള്ളതാണ്. അരുൺകുമാറിൻ്റെ വളരെ വ്യക്തമായ നിലപാടാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തമായ രാഷ്ട്രീയ ചായവൊക്കെ ഉണ്ടാകണം. അതൊരാളുടെ സ്വാതന്ത്ര്യമാണ്. സുജയയുടെ സ്വാതന്ത്ര്യം പോലെ തന്നെ വളരെ പ്രധാനമാണ് അരുണിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട്. ആ നിലയ്ക്ക് അതിനെ ശ്ലാഘിച്ചേ മതിയാവൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നന്ദി, നമസ്കാരം. ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്പേസ് മലയാളം മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ താങ്ക് യു.